സ്കൂൾ സമയമാറ്റത്തിൽ ഇപ്പോൾ ഒരു വിമർശനം വരുന്നുണ്ട്. സമസ്തയുടെ ഭാഗത്തുനിന്ന് മതപഠനം നടത്തുന്ന കുട്ടികളെ സമയമാറ്റം ബാധിക്കുമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനം. മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിൽ ഇരുത്തിയായിരുന്നു ഈ വിമർശനം. സർക്കാരിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ഹാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനീഷ് മഹിവാലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? മനീഷ്, ഉന്മേഷ്, സമസ്ത ചരിത്രം കോഫി ടേബിൾ അതിന്റെ പുസ്തക പ്രകാശനത്തിലായിരുന്നു സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനം ഉണ്ടായത്. അതായത് ഇന്നാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലെ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. അത് അരമണിക്കൂർ കൂട്ടുന്നു. അതായത് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയുള്ള പുനഃക്രമീകരണം സ്കൂൾ സമയത്തിൽ 8, 9, 10 എന്നീ ക്ലാസുകൾ വരുത്തുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമുള്ള അതേ വേദിയിൽ വെച്ചായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനം. ഈ രീതിയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ, അത്തരത്തിലുള്ള കുട്ടികളെ, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റം സർക്കാർ വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം സർക്കാർ എന്താണെങ്കിലും കൊണ്ടുവരണം. ഇനി ഈ ബുദ്ധിമുട്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ സർക്കാരിനെ എന്താണ് അത് പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് സംബന്ധിച്ചൊരു വിശദമായ നിവേദനം സർക്കാരിന് നൽകാൻ കൂടി സമസ്ത തീരുമാനിക്കുന്നുണ്ട് എന്നാണ് സമസ്തയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ രീതിയിൽ സമസ്തയുടെ നിലപാട് ഈ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലെ സമസ്തയുടെ നിലപാട് വ്യക്തമാക്കിയത്. മറുപടി പ്രസംഗത്തിനായും ഉദ്ഘാടന പ്രസംഗത്തിനായും മുഖ്യമന്ത്രി വന്നുവെങ്കിലും സമസ്തയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രകീർത്തിച്ച് പറഞ്ഞുവെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. ഈ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരത്തിലുള്ള തീരുമാനം അധികമായ അരമണിക്കൂർ രാവിലെയും വൈകിട്ടും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ, പ്രവൃത്തി ദിവസങ്ങളിൽ കൂട്ടുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനത്തോട് സമസ്തയുടെ പരാതി അല്ലെങ്കിൽ സമസ്ത ഈ രീതിയിൽ അതിനെ എതിർക്കുന്നുണ്ട്. സമസ്ത പറയുന്നത് പോലെ മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്നു എന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയതുമില്ല. ഉന്മേഷ്, ശരി. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.